എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റെക്കി പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ്. ഇപ്പോൾ നമ്മൾ റെക്കിയുടെ ഒരു മാസ്റ്റർ ലെവൽ എടുത്തിട്ട് ഇപ്പോൾ 25 വർഷമായി. ഹീലിങ്ങുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷേ റെക്കി പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഹീലിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ദീക്ഷ കൊടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അറിയില്ല എന്താണെന്ന്. അന്ന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ റെക്കിക്കകത്ത് നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ ഗുരുക്കന്മാർക്കുള്ള അറിവാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. കുറേ നോളജുകൾ അതിനകത്തുണ്ട്. റെക്കി എന്താണ്, റെക്കി എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തെല്ലാം ഞങ്ങൾക്ക് ഉപയോഗിക്കാം, അതെങ്ങനെ അതിൻ്റെ സിമ്പിൾസിനെ പറ്റിയുണ്ട്, നമുക്കെങ്ങനെ അത് മറ്റുള്ളവർക്ക് അത് ഹീലിംഗ് എങ്ങനെ ചെയ്യാം, സെൽഫ് ഹീലിംഗ് എങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രൊട്ടക്ഷൻ എങ്ങനെ എടുക്കാം, നല്ല നല്ല കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ അപൂർണമായിട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ റെക്കിയുടെ തേർഡ് എക്കകത്ത് സൈക്കിക് സർജറി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. റെക്കി പഠിച്ചവർക്ക് തേർഡ് എടുത്തവർക്ക് അറിയാം. തേർഡ് നിങ്ങൾ ചിലപ്പോൾ എടുത്തപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അതുണ്ട്. കാരണം വില്യം ലീറാൻഡിൻ്റെ ആ ഒരു സിലബസാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സർട്ടിഫൈഡ് ടീച്ചറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സിസ്റ്റം വ്യത്യാസമുണ്ട്. മറ്റു കുറേ ആളുകൾ പഠിപ്പിക്കുന്ന രീതി നമ്മുടെ രീതി തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്കതിനകത്തൊന്നും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഏത് പഠിപ്പിച്ചാലും റെക്കി പഠിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. സിമ്പിൾസ് വ്യത്യാസം ഉണ്ടാവും. ചില പറയും അത് തട്ടിപ്പാണ്, ഇതാണ് ശരി, അതാണ് ശരി എന്നൊക്കെ പറയും. ഇവിടെ തെറ്റ് ശരിയൊന്നുമില്ല. റെക്കിയുടെ ദീക്ഷ കൃത്യമായിട്ട് കിട്ടുക, അത് പ്രാക്ടീസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ പഠിപ്പിക്കുന്ന ആളുകൾ നേരിടുന്ന ചില വിഷയങ്ങളുണ്ട്. അത് പല മാസ്റ്റേഴ്സിനും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഒരാളുടെ അടുത്ത് പോയിട്ട് മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നു. ഒരു സിംഗിൾ ഡേ ക്ലാസ്സിൽ മാസ്റ്റർ ഡിഗ്രി നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ഞാനും അങ്ങനെ പഠിച്ച ആളാണ്. അപ്പോൾ നെഗറ്റീവ് എനർജി പഠിപ്പിക്കുന്നവരിൽ നിന്ന് വരുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ എൻ്റെ മാഷിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മാഷ് അങ്ങനെ സംഭവമേ ഇല്ല, അതൊന്നും ഉണ്ടാവില്ല, നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്ത് ചെയ്താൽ മതി എന്ന് മാഷ് പറയും. അപ്പോൾ ഞാനത് ഓക്കെ, മാഷിൻ്റെ വാക്കാണ് നമുക്ക് ഏറ്റവും വലുത്, അതിനപ്പുറത്തേക്ക് വേറെ വാക്കൊന്നുമില്ല, ഗുരുവാണ്. പക്ഷേ ഞാനിത് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഇതേപോലെ എനിക്ക് ഫ്രീക്വൻ്റായിട്ട് ക്ലയൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് വരാറുണ്ട്. എല്ലാ മാസവും ക്ലാസ്സുകളും വയ്ക്കാറുണ്ട്. ഒരുപാട് എണ്ണമൊന്നുമില്ലെങ്കിലും അതങ്ങനെ റെഗുലറായിട്ട് ആൾക്കാർ വരും ഇതിൻ്റെ അടുത്ത്. ഒരു 3 പേര് അല്ലെങ്കിൽ ഒരു 4-5 പേരൊക്കെയാണ് മാക്സിമം. അത്ര ആൾക്കാരൊക്കെ ഒരു ക്ലാസ്സിൽ ഉണ്ടാവാറുള്ളൂ. അത്രയും ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഇപ്പോഴും ഞാൻ 3 പേരെ കൂടുതൽ ഞാൻ ഒന്നിച്ചിട്ട് പഠിപ്പിക്കാറില്ല. 3 പേരാണ് മാക്സിമം. ഇപ്പോൾ 3 പേരൊക്കെ കുറച്ച് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വന്നിരുന്നു. പക്ഷേ 3 പേരാണ് ഞാൻ ഒറ്റ ടൈമിൽ പഠിപ്പിക്കുകയുള്ളൂ. കാരണം അതിനകത്ത് കുറേ റിസ്ക്കും അപകടവും ഉണ്ട്. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അങ്ങനെ ആക്കിയത്. അതേപറ്റിയാണ് ഞാൻ പറയുന്നത്. കുറേ റെക്കി മാസ്റ്റേഴ്സ് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ടാവും. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് റെക്കി പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു ലേഡിയെ അടുത്ത് പഠിക്കാൻ വന്നു. അപ്പോൾ ഇവരെ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചിങ്ങടേക്ക് കയറിയ സമയത്ത് അപ്പോൾ റെക്കി പഠിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് എനിക്കൊരു മുറി പുറത്തുണ്ട്. അവിടെയാണ് ഞാൻ ക്ലാസ് എല്ലാം എടുക്കുന്നത്. ഇപ്പോഴും ആ മുറിയുണ്ട്, അവിടെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പഠിപ്പിച്ച് വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ ഒരു വല്ലാത്ത ഒരു സംഭ്രമം ഫീലിംഗ്, ഒരു നെഞ്ചിന് ഹാർട്ടൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വന്നപാടെ തന്നെ ഞാനിവിടെ വീട്ടിൽ വന്ന് കിടന്നു. കിടന്നിട്ട് എനിക്ക് അത്രയും ക്ഷീണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോഡ് ഒരു കല്ല് ഒരു വണ്ടിയിൽ നിന്ന് ഇറക്കിയാൽ എത്ര ക്ഷീണം ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു ക്ഷീണം പിടികൊട്ടെനിക്ക്. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉള്ള. ഞാൻ സെൽഫ് ഹീലിംഗൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒരു വ്യത്യാസമില്ല. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ഉപ്പൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം വന്നു. പക്ഷേ ഞാൻ മെഡിറ്റേഷനിൽ നോക്കുമ്പോൾ എന്തറിയോ, എൻ്റെ പുറകിൽ ഒരു കറുത്ത സാധനം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സ്ത്രീയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു ബാധ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബാധ പ്രേതം പോകുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അല്ലാതെ ഞാൻ വിശ്വസിക്കാത്തൊരു കാലഘട്ടം വരുന്നു. ഒരു കറുത്ത രൂപം ഞാൻ വിഷ്വലിൽ അന്ന്. പക്ഷേ എനിക്ക് കുറച്ച് വിഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർ വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല അത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മാഷിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നു മാഷേ. ഒരിക്കലും വല്ല സുധീഷേ, അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങളതിലൊന്നും വിശ്വസിക്കരുത്, ഒന്നുമില്ല അങ്ങനെ സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഷ് ചിലപ്പോൾ ഇതിനെപ്പറ്റി
അത്രയും ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് പിന്നെ എങ്ങനെ അത് കളയും എന്നുള്ള ഒരു ചിന്തയിലായി. എനിക്ക് ഭയങ്കരമായ ക്ഷീണം, തലവേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് കുറേ സമയം അവിടെ ചിലവഴിച്ച് കഴിഞ്ഞപ്പോൾ ഭാഗ്യത്തിന് അതവിടെ ഇറങ്ങി അങ്ങോട്ട് പോയി, എൻ്റെ ഭാഗ്യത്തിന്. അപ്പം ഞാനന്ന് ചിന്തിച്ചു തുടങ്ങി, ഇറക്കി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ അപകടം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നൊരു കാര്യമാണ് അന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്താ വെച്ചാൽ ഞാനത് നിർത്തിയൊന്നുമില്ല പഠിപ്പിക്കില്ല കേട്ടോ. ആളൊന്നും ഞാൻ പഠിപ്പിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാൻ. ഇറക്കി പഠിപ്പിക്കുക, ഹീലിംഗ് ചെയ്യുക, ആൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇടപെടുക, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ. അന്നൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ടൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാർ റെസ്പെക്റ്റ് ഒന്നും തന്നിരുന്നില്ല. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. ദക്ഷിണയൊക്കെ വാങ്ങി തുടങ്ങിയപ്പോൾ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്, വാല്യൂ ഉണ്ട്. അതൊരു റിയാലിറ്റി തന്നെയാണ്, ഒരു സംശയം വേണ്ട. അത് വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അങ്ങനെ പിന്നീട് ഞാൻ ഓരോ സമയങ്ങളിലും പഠിക്കാൻ വരുമ്പോൾ അവരെ ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് പിന്നീട് അത് ഞാൻ എൻ്റേതായിട്ടുള്ള ടെക്നിക്കുകളിൽ ഞാനത് ആ സാധനത്തിനെ എടുത്ത് മാറ്റാനുള്ള ചില ടിപ്പുകൾ ഞാൻ മനസ്സിലാക്കി ഞാനത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. പിന്നെ എനിക്ക് അപകടമില്ലാണ്ട് ഒരാളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരാൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ നോക്കി അയാൾ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അപകടം ഇതിൻ്റെ ഉള്ളിൽ പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ പവർ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ധ്യാനം ചെയ്ത് ജപം ചെയ്ത് നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജി, അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോകും. പക്ഷേ ആ എനർജി ചിലപ്പോൾ അവിടെ നിന്ന് പോകില്ല, അവിടെ തന്നെ ഇരിക്കും. നിങ്ങളുടെ ബോഡിയിൽ എവിടെ കഴുത്തിലോ വയറിലോ എവിടെയെങ്കിലും കയറിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അടുത്താളെ വീണ്ടും പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച് കുറേ കഴിയുമ്പോൾ ഈ ആളുകളുടെ മുഴുവൻ നെഗറ്റീവ് എനർജി ബാധകൾ, ശത്രുബാധ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ വരത്തില്ല. അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശത്രുബാധ ഉണ്ടെങ്കിലാണ് കയറുക. നിങ്ങൾക്ക് സ്പിരിച്വൽ പവർ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമില്ല, ടീച്ചേഴ്സിൻ്റെ അപകടമില്ല. കൂടുതൽ നിങ്ങൾ ധ്യാനമൊക്കെ ചെയ്ത് ആ ഒരു ലെവൽ മാറുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം, അല്ലാത്തവൻ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില മാസ്റ്റേഴ്സ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല, നിങ്ങളെന്താണ് പറയണതെന്ന് ചോദിക്കും. ഇത് ഒരു തലം കഴിഞ്ഞ ആളുകൾക്കാണ് ഇത് വരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മരിച്ച വീട്ടിൽ പോകുമ്പോൾ കിഴി കെട്ടിയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം പൊട്ടത്തരങ്ങളാണ്, മണ്ടത്തരങ്ങളാണ്, അന്ധവിശ്വാസമാണ്. ഞങ്ങളൊന്നും പോയിട്ട് കുഴപ്പമില്ല. ഇതെല്ലാവർക്കും കുഴപ്പം വരണമെന്ന് നിർബന്ധമില്ല. സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആളുകൾക്കാണെന്ന് ഞാൻ പ്രത്യേക ആ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടുതൽ നിങ്ങൾ ഹയർ എനർജിയിൽ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലൈൻ ബോഡി ആവുന്ന ആളുകൾ. ക്രിസ്റ്റലൈൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ക്രിസ്റ്റലിൻ്റെ പോലെ ആകുക, അല്ലെങ്കിൽ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് ക്രിസ്റ്റൽ നമ്മുടെ ഏത് എനർജിനെയും വലിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതാണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോക്ക് ക്രിസ്റ്റൽ. അതേപോലെ ആ ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി നമ്മുടെ ബോഡിക്ക് വരുന്നതിനാണ് ആ ക്രിസ്റ്റലൈൻ ആകുക എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്റ്റൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നൊരു സാധനമുണ്ട് എൻ്റെ കയ്യിൽ. ഇതാണ് സാധനം. ഇത് റോക്ക് ക്രിസ്റ്റലാണ്. എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ടൂളാണ്. ഞാൻ ഹീലിംഗ് ചെയ്യാനായിട്ട് ഇരിക്കണം, ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഹീൽ ചെയ്യാമെന്നവർക്കറിയാം. ഈ സാധനം എൻ്റെ കയ്യിലുണ്ടാവും. കാരണം ഇത് പാസ്റ്റ് ലൈഫിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന നേപ്പാളിൽ അല്ലെങ്കിൽ ടിബറ്റിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അവിചാരിതമായിട്ട് ഇതെൻ്റെ കയ്യിലോട്ട് ഈ മഹാകാളി ഹീലിംഗ് തുടങ്ങിയപ്പോഴാണ് ഈ സാധനം കയ്യിൽ വന്നു ചേരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനർജീനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് പോസിറ്റീവും സ്റ്റോർ ചെയ്യപ്പെടും, നെഗറ്റീവും സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ നമ്മളും ഇതുപോലെ ക്രിസ്റ്റലിൻ്റെ പോലെ ആകുന്ന പ്രതിഭാസമാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അത് ബാധകമല്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത് ആ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ഇത് ബാധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ റെക്കി പഠിപ്പിക്കുന്ന ആളുകളിലും ഇതേപോലെ ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഉയർന്നു വരുന്നവർക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരിക. അവർ പഠിപ്പിക്കുമ്പോൾ ഇതേപോലെ അവരുടെ എനർജീസ് ഇങ്ങോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അവർ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ അങ്ങോട്ടേക്ക് ദീക്ഷ കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എനർജി കയറുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ നാൾ ഇങ്ങനത്തെ നെഗറ്റീവ് എനർജി കയറി കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ലൈഫിൽ പ്രോബ്ലംസ് തുടങ്ങും. നമുക്കറിയാം കുറേ ആളുകൾ ഇതേപോലെ പ്രശ്നങ്ങൾ വന്നിട്ട് റെക്കി മാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് നിർത്തിപ്പോയ ആൾക്കാർ കുറേ പേരുണ്ട്. എൻ്റെ അടുത്ത് ആളിൻ്റെ അടുത്തൊരു മാസ്റ്ററിനോട് ചോദിച്ച ചോദ്യമാണ്, ഇത്രയും ആളുകൾ എന്തുകൊണ്ടാണ് നിർത്തിപ്പോകുന്നത്?
അവരുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ വേറൊരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ധ്യാനമൊക്കെ ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ഈ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ സംബന്ധിച്ച്, റെക്കി ടീച്ചറെ പറ്റി പറയുമ്പോൾ നിങ്ങളിൽ വരുന്ന നെഗറ്റീവ് എനർജി നിങ്ങൾ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നിങ്ങൾ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ കുട്ടികൾക്കോ വീട്ടിലുള്ള അച്ഛനമ്മക്കൊക്കെ ഇത് പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല നമുക്ക്. ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, സങ്കീർണമായ വിഷയങ്ങളാണ്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് അതേപോലത്തെ ഒരു ഗൂഢശാസ്ത്രമാണ്. അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആളെ പേടിപ്പിക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. പക്ഷേ ഇന്നെനിക്ക് എന്നിലേക്ക് വരുന്ന നെഗറ്റീവിനെ റിലീസ് ചെയ്ത് കളയാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടി. അത് ഒരു കൊല്ലമായിട്ടുള്ള എനിക്ക് കിട്ടിയിട്ട് ഈ 56-ാമത്തെ വയസ്സിലാണ് എനിക്ക് കിട്ടുന്നത്. 55-ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു കഴിവ് കിട്ടുന്നത്. അപ്പോൾ അതുവരെയും ഞാൻ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു റെക്കി പഠിപ്പിക്കുന്ന എനിക്ക് അത്ര സ്ട്രഗിൾ വരാമെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അത് ബാധകം തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ഇൻഫർമേഷൻ, ഒരു അവയർനെസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് തെറ്റായ അല്ലെങ്കിൽ അറിവ് തന്നൊന്നും വിചാരിക്കരുത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.